നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സീരീസിൽ 2025 മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 2025 ജനുവരി ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2025 മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഈ പറഞ്ഞ മാസത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വസ്തുതകളും ഒറ്റ ക്ലാസ്സിൽ തന്നെ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടും. ദൈർഘ്യം കൂടിയ വീഡിയോകൾ ആൾക്കാർക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. ഉദ്യോഗാർത്ഥികൾക്ക് പൊതുവിൽ ഇഷ്ടമല്ല. 10 മിനിറ്റുള്ള വീഡിയോകളാണ് ആൾക്കാർ കൂടുതലും താല്പര്യപ്പെടുന്നത്. പക്ഷേ ഈ വീഡിയോ ക്ഷമയോടുകൂടി കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കറണ്ട് അഫയേഴ്സ് ഭാഗത്തും നിങ്ങളുടെ മറ്റ് പല വിഷയങ്ങളിലും അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമ്മൾ 2025 മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. അതിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. ആദ്യത്തെ പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാനത്താണ്, കേരളത്തിലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. രാജ്യത്ത് ആദ്യമായിട്ട് PSC മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെ എന്ന് ചോദിച്ചാൽ എവിടെയാണ്? കേരളത്തിലാണ്, അല്ലേ? കേരളത്തിൽ നമുക്കറിയാം PSCയുടെ ഓഫീസ് എവിടെയാണ്? തിരുവനന്തപുരത്ത് പട്ടത്താണ്, തുളസി ഹില്ലാണ് ഈ പറഞ്ഞ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. നിലവിൽ PSCയുടെ ചെയർമാൻ ആരാണ്? MR ബൈജു ആണ്, അല്ലേ? നിലവിലെ PSCയുടെ ചെയർമാൻ MR ബൈജു ആണ്. തിരുവിതാംകൂറിലെ രാജഭരണകാലത്ത് തന്നെ PSC വന്നു എങ്കിലും കേരള PSC ആയിട്ട് മാറുന്നത് 1956 നവംബർ 1-നാണ്, അല്ലേ? കേരള PSC ആയിട്ട് മാറുന്ന 1956 നവംബർ 1-നാണ്. ആദ്യത്തെ അങ്ങനെ മാറിയപ്പോൾ ആദ്യത്തെ PSC ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ VK വേലായുധനാണ്. ആരാണ്? 1956 നവംബർ 1-ന് കേരള PSC നിലവിൽ വരുമ്പോൾ അതിൻ്റെ ആദ്യ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ VK വേലായുധനാണ്. അപ്പം അത് ശ്രദ്ധിച്ച് വയ്ക്കുക. അതുപോലെ രാജ്യത്ത് ആദ്യമായിട്ട് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബില്ല് പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം, വയോജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് വയോജന കമ്മീഷൻ ബില്ല് പാസാക്കിയ, വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ല് പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അതും ഏതാണ്? കേരളമാണ്. അത് വളരെ കറണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ കുറച്ച് പിറകിലുള്ള കാര്യമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് സ്പോർട്സ് ബില്ല് പാസാക്കിയ സംസ്ഥാനം കേരളമാണെന്നറിയാം. അതുപോലെ രാജ്യത്ത് ആദ്യമായിട്ട് ശാസ്ത്ര നയം രൂപീകരിച്ച സംസ്ഥാനവും ഏതാണ്? കേരളമാണ്. അതുപോലെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, രാജ്യത്ത് ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു നയം കൊണ്ടുവന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? കേരളമാണ്, അല്ലെ? അപ്പോൾ ആദ്യമായിട്ട് PSC മ്യൂസിയം നിലവിൽ വന്നത് കേരളത്തിലാണ്. അതുപോലെ തന്നെ വയോജന കമ്മീഷൻ ബില്ല് പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ആദ്യമായി ശാസ്ത്ര നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് സ്പോർട്സ് ബില്ല് പാസാക്കിയ സംസ്ഥാനം കേരളമാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് പ്രത്യേക നയം രൂപീകരിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏത് തന്നെയാണ്? കേരളമാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് വീണ്ടും നിയമിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം G ശശിധരനാണ്. നേരത്തെയും അദ്ദേഹം തന്നെയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി 3 കൊല്ലം കൂടി നീട്ടിക്കൊടുത്തുകൊണ്ട് വീണ്ടും നിയമിച്ചു. അപ്പോൾ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ G ശശിധരനാണ്. സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ചോദിച്ചാൽ ഒരു അധ്യക്ഷനും അതിനു പുറമെ 2 അംഗങ്ങളും
അംഗങ്ങളും പിന്നെ ഒരു മെമ്പർ സെക്രട്ടറിയും. അപ്പോൾ അംഗങ്ങൾ എത്രയും ചോദിച്ചാൽ അധ്യക്ഷൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ്, പ്ലസ് ആരുമുണ്ട്, ഒരു മെമ്പർ സെക്രട്ടറിയുമുണ്ട്. ഇവരുടെ കാലാവധി, അതായത് പിന്നാക്ക വിഭാഗ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് എന്ന് ചോദിച്ചാൽ 3 വർഷമാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ട് വരാം. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അല്ലെ, മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. 100 തൊഴിൽ ദിനങ്ങൾ സാധാരണക്കാരന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അപ്പൊ അതിനകത്ത് വേതനം, ഒരു ദിവസത്തെ വേതനം, ഈ പറഞ്ഞ പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം ലഭിക്കുന്ന വേതനം ഇപ്പോൾ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അത് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഒരേ വേതനമല്ല, ഓരോ സംസ്ഥാനങ്ങളിൽ അതിൽ വ്യത്യാസം കാണും. കേരളത്തിലെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പുതുക്കിയ വേതന പ്രകാരം 369 രൂപ പ്രതിദിനം കിട്ടും. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു സംസ്ഥാനത്തെ ഒരു തൊഴിലാളിക്ക് പുതുക്കിയ വേതനം എത്രയാണ്? 369 രൂപയാണ്. പക്ഷെ ഹരിയാനയിൽ എത്ര രൂപയെന്നറിയാമോ? ഹരിയാനയിൽ 400 രൂപയാണ്. അതായത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ഹരിയാനയിലാണ്. അതേസമയം നാഗാലാൻഡിലും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലും വേതനം കുറവാണ്. ഏറ്റവും കുറഞ്ഞ വേതനമുള്ളത് നാഗാലാൻഡിലും അരുണാചൽ പ്രദേശിലുമാണ്. 241 രൂപയാണ് അവിടുത്തെ വേതനം. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ ആൾക്കാർക്ക് ലഭിക്കുന്ന വേതനം, തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ലഭിക്കുന്ന വേതനം ഇപ്പോൾ 369 രൂപയാണ്. 2025 കാര്യമാണ്. 2025 മാർച്ചിലാണ് ഇത് പുതുക്കിയത്. 369 രൂപയാണ്. അതേസമയം ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുക, 400 രൂപ. ഏറ്റവും കുറച്ച് വേതനം ലഭിക്കുന്നത് 2 സംസ്ഥാനങ്ങളിലാണ്, നാഗാലാൻഡിലും അരുണാചൽ പ്രദേശിലും. വേതനം 241 രൂപ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാനത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ, കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള ബഹുമതി നേടിയ റെയിൽവേ സ്റ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ്. ഏതാണ്? കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ കണ്ണൂരാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏത് റെയിൽവേ സ്റ്റേഷനിലാണ്? അത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏത് റെയിൽവേ സ്റ്റേഷനിലാണെന്ന് ചോദിച്ചാൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണെന്ന് ചോദിച്ചാൽ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനാണ്. എവിടെയാണ്? ഹുബ്ബള്ളി, കർണാടക. ഇവിടെ ഇപ്പൊ ചോദ്യം അതൊന്നുമല്ല. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതെന്ന് ചോദിച്ചാൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ, കണ്ണൂർ. അപ്പൊ അത് ഓർത്ത് വയ്ക്കണം. അതുപോലെ 2025 ഫെബ്രുവരിയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ ഇന്ത്യൻ പ്രദേശം 2025 ഫെബ്രുവരിയിലെ കണക്കാണ്. 2025 ഫെബ്രുവരിയിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പാലക്കാടാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യത്ത് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് എവിടെ വെച്ചാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വെച്ചിട്ടാണ് അല്ലെ. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വെച്ചിട്ട് പി വേണുഗോപാലാണ് രാജ്യത്തെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാം. ലോകത്ത് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് അതിനു മുമ്പ് ക്രിസ്റ്റ്യൻ ബർണാഡാണ്. സൗത്ത് ആഫ്രിക്കയിൽ ക്രിസ്റ്റ്യൻ ബർണാഡാണ്. കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എവിടെയാണ്? എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. ജോസ് ചാക്കോ പെരിയപുറമാണ് കേരളത്തിലെ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അല്ലെ. ഇവിടെ ഇപ്പോൾ ചോദ്യം വേറെയാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനായി പോകുന്ന ജില്ലാ ആശുപത്രി അല്ലെ. രാജ്യത്ത് ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താൻ പോകുന്ന ജില്ലാ ആശുപത്രി ഏതെന്ന് ചോദിച്ചാൽ എറണാകുളം ജനറൽ ആശുപത്രിയാണ്. എവിടെയാണ്? എറണാകുളം ജനറൽ ആശുപത്രി അല്ലെ. ഞാൻ പറഞ്ഞു കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ജോസ് ചാക്കോ പെരിയപുറമാണ് അല്ലെ. 2025
പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചു. പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് ലഭിച്ചത് ആർക്കാണ്? ഒരു മലയാളിക്ക് ലഭിച്ചിട്ടുണ്ട്. ആർക്കാണ്? ജോസ് ചാക്കോ പെരിയപുരത്തിന് 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ PR ശ്രീജേഷിനും പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരുന്നു. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് താലൂക്ക് ഓഫീസ്, കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച താലൂക്ക് ഓഫീസ് ഏതെന്ന് ചോദിച്ചാൽ ഏറനാട് താലൂക്ക് ഓഫീസാണ്. ഏറനാട് താലൂക്ക് ഓഫീസ് മലപ്പുറം ജില്ല. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് താലൂക്ക് ഓഫീസ് ഏതെന്ന് ചോദിച്ചാൽ ഏറനാട് താലൂക്ക് ഓഫീസാണ്, മലപ്പുറം. നേരത്തെ ഒരു കാര്യം ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് കളക്ടറേറ്റ് ഏതെന്ന് ചോദിച്ചാൽ കോട്ടയം കളക്ടറേറ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് കളക്ടറേറ്റ് ഏതാണ്? കോട്ടയം കളക്ടറേറ്റ് ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യത്താദ്യമായിട്ട് വിത്തില്ലാത്ത തണ്ണിമത്തൻ, രാജ്യത്താദ്യമായിട്ട് വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ചെടുത്തത് ഏത് കാർഷിക കോളേജിലാണ് എന്ന് ചോദിച്ചാൽ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വരുന്ന ഒരു കാർഷിക കോളേജിലാണ് വെള്ളാനിക്കര കാർഷിക കോളേജ്. വെള്ളാനിക്കര കാർഷിക കോളേജ് എവിടെയാണ്? തൃശ്ശൂർ. വെള്ളാനിക്കര എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? തൃശ്ശൂരാണ്. അപ്പൊ വെള്ളാനിക്കര കാർഷിക കോളേജിലാണ് രാജ്യത്താദ്യമായിട്ട് വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ചെടുത്തത്, അല്ലെ? വിത്തില്ലാത്ത തണ്ണിമത്തൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനങ്ങൾ, ഗൈനീഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനങ്ങളായിട്ടുള്ള പ്രഗതി, പ്രജനി പോലുള്ള പാവൽ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തതും ഏത് കാർഷിക കോളേജിലാണ്? തൃശ്ശൂരുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലാണ്, അല്ലെ? ഇവിടെ ഇപ്പോൾ വിത്തില്ലാത്ത തണ്ണിമത്തൻ രാജ്യത്ത് ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്തത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ തൃശ്ശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലാണ്. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് സ്വർണ. ഒന്നിന്റെ പേര് സ്വർണ, വേറൊന്ന് ഷോണിമ. ഷോണിമ, അല്ലെ? പേരിൽ തന്നെയുണ്ട്. അതിന് എന്താണ്? ചുവപ്പ് നിറമായിരിക്കും. അതായത് തണ്ണിമത്തന് ചുവപ്പ് നിറമായിരിക്കും. അതേസമയം സ്വർണ എന്ന് പറയുമ്പോഴത്തേക്കും ഇളം മഞ്ഞ നിറത്തിലിരിക്കുന്ന തണ്ണിമത്തനായിരിക്കും. അകംഭാഗം ഇളം മഞ്ഞ നിറത്തിലായിരിക്കും. അപ്പോൾ സ്വർണ, ഷോണിമ എന്നിവ എന്താണ്? വിത്തില്ലാത്ത തണ്ണിമത്തൻ ഇനങ്ങളാണ്. ശ്രദ്ധിച്ചു വയ്ക്കുക. ഇതുപോലെ വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബേഡകം ഗരിമ. ബേഡകം ഗരിമ എന്താണെന്ന് പഠിച്ചു. എന്താണ്? ഈ പറഞ്ഞ തെങ്ങിനമാണ്, അല്ലെ? കാസർഗോഡ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് സെന്ററിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത തെങ്ങിനമാണ് ഏത്? ബേഡകം ഗരിമ. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞായിരുന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല 2020 സ്ഥാപിക്കപ്പെട്ടു. മുബാറക് പാഷയാണ് ആദ്യത്തെ വൈസ് ചാൻസലർ എന്ന് പഠിച്ചു. ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെ, ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം ദാ വരുന്നു. എവിടെയാണ്? മുണ്ടക്കൽ, കൊല്ലം. എവിടെയാണ്? മുണ്ടക്കൽ, കൊല്ലം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം മുണ്ടക്കൽ, കൊല്ലം. വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ് ഒപ്പം പദ്ധതി. ഭവനരഹിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ഒരു പദ്ധതിയുണ്ട്. അതിന്റെ പേരാണ് ഏതെന്ന് പഠിച്ചു? ഒപ്പം പദ്ധതി, അല്ലെ? റേഷൻ കടകൾ വഴി റേഷൻ വാങ്ങാൻ പറ്റാത്തവർക്ക് റേഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സർക്കാരിന്റെ ഒരു പദ്ധതിയുണ്ട്. അതിന്റെ പേര് എന്ത് തന്നെയാണ്? ഒപ്പം എന്ന് തന്നെയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് സർപ്പ ആപ്ലിക്കേഷൻ. സർപ്പ ആപ്ലിക്കേഷൻ വനം വകുപ്പിന്റെ ഒരു ആപ്പാണ്. ഏത്? സർപ്പ ആപ്ലിക്കേഷൻ. അതായത് പാമ്പ് കടിയേറ്റ് ഒരുപാട് പേര് മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വനം വകുപ്പ് കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷനാണ് സർപ്പ ആപ്ലിക്കേഷൻ. അപ്പൊ ആ സർപ്പ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഒരാളെ നിയമിച്ചു. ആരാണ്? ടോവിനോ തോമസ്. ടോവിനോ തോമസ്, സിനിമാ നടൻ ടോവിനോ തോമസ്, അല്ലെ? പേര് തെറ്റിച്ചൊന്നും പറയരുത്, ടോനോവോ അങ്ങനെയൊന്നും പറയരുത്. ഏതാണ്? ടോവിനോ തോമസ്. അപ്പോൾ സർപ്പ ആപ്ലിക്കേഷൻ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ടോവിനോ തോമസ്, അല്ലെ? ഇത് പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. അർബുദവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ ഒരു പ്രചരണ പരിപാടി ഉണ്ടായിരുന്നു. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം, അല്ലെ? അങ്ങനെ ഒരു പ്രചരണ പരിപാടിയെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അവിടെയും നമ്മളൊരു ഗുഡ് വിൽ അംബാസിഡർ കാര്യം പറഞ്ഞിരുന്നു, മഞ്ജു വാര്യർ, അല്ലെ? കേരള സർക്കാരിന്റെ അർബുദ രോഗ പ്രചരണവുമായി ബന്ധപ്പെട്ട ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യർ. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക.
ഇനി അത് കഴിഞ്ഞിട്ട് അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്ന ഒരു വ്യക്തിയാണ് കെ കൊച്ച്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ കെ കൊച്ച്. അദ്ദേഹം 2025 മാർച്ചിൽ മരണപ്പെട്ടു. 2025 മാർച്ചിൽ മരണപ്പെട്ട അറിയപ്പെടുന്ന മലയാളത്തിലെ എഴുത്തുകാരൻ, അതുപോലെ തന്നെ പ്രഭാഷകൻ, അതുപോലെ സാമൂഹിക നേതാവ്, സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു ആര്? കെ കൊച്ച്. അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ദളിതൻ. അപ്പൊ ദളിതൻ എന്നുള്ള ആത്മകഥ ആരുടേതാണെന്ന് ചോദിച്ചാല് 2025 മാർച്ചിൽ മരിച്ച സാമൂഹിക പ്രവർത്തകനായ കെ കൊച്ചിന്റെ ആത്മകഥയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2025 കടമ്മനിട്ട പുരസ്കാരം, 2025 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ലീലാവതിക്കാണ്. ഡോക്ടർ എം ലീലാവതിക്കാണ് 2025 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞു ദളിതൻ എന്ന് പറയുന്നത് കെ കൊച്ചിന്റെ ആത്മകഥയാണെന്ന് പറഞ്ഞു, അല്ലെ? അതുപോലെ ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥ ഏതാണെന്ന് അറിയാമോ? ധ്വനിപ്രയാണം. ധ്വനിപ്രയാണം ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ എം ലീലാവതിയുടെ ആത്മകഥയാണ്. അപ്പൊ 2025 കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഡോക്ടർ എം ലീലാവതി. ഇതുപോലെ നമ്മൾ പഠിച്ചതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന ഹരിവരാസന പുരസ്കാരം 2025. അത് 2025 2025 ആർക്ക് ലഭിച്ചു? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ലഭിച്ചു, അല്ലെ? അതുപോലെ ജ്ഞാനപ്പാന പുരസ്കാരം 2025 ഗുരുവായൂർ ദേവസ്വം ബോർഡ് നൽകുന്ന പുരസ്കാരം, അത് ലഭിച്ചത് KP ശങ്കരനാണ്. ആർക്കാണ്? KP ശങ്കരൻ. അപ്പൊ 2025 കടമ്മനിട്ട പുരസ്കാരം എം ലീലാവതിക്ക്. അതുപോലെ തന്നെ ഹരിവരാസന പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് 2025. അതുപോലെ ജ്ഞാനപ്പാന പുരസ്കാരം 2025 KP ശങ്കരൻ. അപ്പൊ അത് ഓർത്തു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടിയ മലയാളി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാല് KV കുമാരനാണ്, അല്ലെ? അപ്പൊ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരം നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാല് KV കുമാരനാണ്. യാനം എന്ന് പറയുന്ന ഒരു കന്നഡ കൃതിയുണ്ട്. യാനം എന്നുള്ള ഒരു കന്നഡ കൃതി, അത് അതേ പേരിൽ തന്നെ വിവർത്തനം ചെയ്തതിനാണ് KV കുമാരൻ എന്ത് കിട്ടിയത്? ഈ പറഞ്ഞ വിവർത്തന പുരസ്കാരം ലഭിച്ചത്. അപ്പോ 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാല് KV കുമാരൻ. ഇപ്പൊ യാനം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് സുരക്ഷായാനം ഒരു ആപ്തവാക്യമാണ്. കേരള ദുരന്ത നിവാരണ വകുപ്പിന്റെ ആപ്തവാക്യമാണ് ഏത്? സുരക്ഷായാനം, അല്ലെ? സുരക്ഷായാനം വേറെ രീതിയിലും പറയും ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. സുരക്ഷായാനം എന്ന ചോയ്സിൽ അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത് ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നുള്ളതായിരിക്കും. എന്താണ്? കേരള ദുരന്ത നിവാരണ വകുപ്പിന്റെ ആപ്തവാക്യമാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2024 ബാലസാഹിത്യ പുരസ്കാരം, 2024 ബാലസാഹിത്യ പുരസ്കാരം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന പുരസ്കാരം പല മേഖലകളിൽ നൽകും. 2024 ബാലസാഹിത്യ പുരസ്കാരം കഥാ നോവൽ വിഭാഗത്തില് നേടിയത് ഏത് കൃതിയാണ് എന്ന് ചോദിച്ചാൽ ഭൂതം എന്ന കൃതിയാണ്. ഏതാണ്? ഭൂതം എന്ന കൃതിക്കാണ്. അപ്പൊ അവിടെ ഭൂതം തെറ്റി എഴുതിയതല്ല, ഭരണിയുടെ ഭായല്ല, ബാ തന്നെയാണ്, ബലൂണിന്റെ ബാ തന്നെയാണ്. ഭൂതം എന്ന കൃതിക്കാണ് 2024 കഥാ നോവൽ വിഭാഗത്തിലുള്ള എന്ത് കിട്ടിയത്? ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ശ്രദ്ധിച്ചു വയ്ക്കണം. അതിന്റെ രചയിതാവ് വിമീഷ് മണിയൂർ. ശ്രദ്ധിച്ച് വയ്ക്കുക. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപ്രസിദ്ധീകരണം. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപ്രസിദ്ധീകരണമാണ് ഏത്? തളിര്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപ്രസിദ്ധീകരണമാണ് തളിര്, അല്ലെ? അതുപോലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ്? വിജ്ഞാന കൈരളി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപ്രസിദ്ധീകരണത്തിന്റെ പേരാണ് വിജ്ഞാന കൈരളി. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു നയം രൂപീകരിച്ച സംസ്ഥാനമാണ്
കേരളം എന്ന് പറഞ്ഞു അല്ലെ. 2025 ട്രാൻസ്ജെൻഡേഴ്സിന്റെ കലോത്സവം 2025 ട്രാൻസ്ജെൻഡേഴ്സിന്റെ കലോത്സവം നടന്നു. എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. 2025 ട്രാൻസ്ജെൻഡേഴ്സ് കലോത്സവത്തിന് വേദിയായത് തിരുവനന്തപുരമാണ്. ആ കലോത്സവത്തിന് നൽകിയിരുന്ന പേരാണ് വർണ്ണപ്പകിട്ട്. 2025 ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് നൽകിയിരുന്ന പേരാണ് വർണ്ണപ്പകിട്ട്. എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് വെച്ചാണ്. അതുപോലെ 2025 കുടുംബശ്രീയുടെ സരസ് മേള സംഘടിപ്പിക്കപ്പെട്ടായിരുന്നു. കുടുംബശ്രീയുടെ സരസ് മേള. കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിലാണ് ഈ പറഞ്ഞ മേള നടക്കുന്നത്. അതായത് കേരളത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെയുള്ള വനിതാ ഗ്രൂപ്പുകൾ, അവരെല്ലാം കൂടി സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു മേള. അപ്പോൾ ഉൽപ്പന്നങ്ങൾ വിൽക്കാം, വാങ്ങാം, അങ്ങനെയൊക്കെയുള്ള ഒരു മേളയാണ് സരസ് മേള. ആ സരസ് മേള എവിടെ വെച്ചാണ് സംഘടിപ്പിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ചെങ്ങന്നൂർ വെച്ചാണ്. അപ്പോൾ ദേശീയ കുടുംബശ്രീ സരസ് മേള സംഘടിപ്പിക്കപ്പെട്ടത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ 2025 ചെങ്ങന്നൂർ വെച്ചിട്ടാണ്. ഇതിപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് കലോത്സവം വർണ്ണപ്പകിട്ട് 2025 നടന്നത് എവിടെ വെച്ചാണ്? ഏതാണ് വേദി എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി. 37ാമത് 2025 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ വെള്ളാനിക്കരയാണ്. വെള്ളാനിക്കര ഞാൻ നേരത്തെ പറഞ്ഞു തൃശ്ശൂരാണ്. അപ്പോൾ 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ വെള്ളാനിക്കര. ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ് 2023 കേരള ശാസ്ത്ര പുരസ്കാരം. കേരള സർക്കാർ നൽകുന്ന കേരള ശാസ്ത്ര പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കാണ്? എസ് സോമനാഥിനാണ് അല്ലെ. 2023 എന്ന് പറയുമ്പോൾ അത് പഴയ കാര്യമാണെന്ന് വിചാരിക്കരുത്. 2025 2023 കേരള ശാസ്ത്ര പുരസ്കാരം പ്രഖ്യാപിച്ചത്. അത് ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്ക് ലഭിച്ചു? അത് എസ് സോമനാഥിന് ലഭിച്ചു. അപ്പൊ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ ഒരു പദ്ധതി, സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ ഒരു പദ്ധതിയാണ് പഠിപ്പുറസി. എന്താണ്? പഠിപ്പുറസി. വളരെ പ്രധാനപ്പെട്ടതാണ്. സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ ഒരു പദ്ധതിയാണ്. ഏത്? വിദ്യാഭ്യാസ പദ്ധതിയാണ് പഠിപ്പുറസി. പ്രധാനമായിട്ടും ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി പഞ്ചായത്ത്. ഇടമലക്കുടി പഞ്ചായത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്താണ് ഇടമലക്കുടി പഞ്ചായത്ത്. അപ്പൊ ആ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് പഠിപ്പുറസി. ഇപ്പൊ ആദിവാസി കുട്ടികൾക്ക് നേരെ ചൊവ്വേ മലയാളം ഭാഷ അറിയില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവർ ആദ്യം പഠിക്കുമ്പോൾ, കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പഠിപ്പുറസി പദ്ധതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുതുവാൻ എന്ന് പറയുന്ന ഭാഷ, ഭാഗത്തുള്ള ആൾക്കാരുടെ ഭാഷ മുതുവാനാണ്. മുതുവാൻ ഭാഷ സംസാരിക്കുന്ന വിഭാഗങ്ങൾക്കിടയിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് പഠിപ്പുറസി പദ്ധതി അല്ലെ. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടി പഞ്ചായത്ത്. ഏത് ജില്ല? ഇടമലക്കുടി പഞ്ചായത്ത് ഇടുക്കി ജില്ല അല്ലെ. ഇടുക്കി ജില്ലയിൽ നിന്നൊരു ആദിവാസി ഉൽപ്പന്നം നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. ഭൗമസൂചിക പദവി ലഭിച്ച ആദ്യത്തെ ആദിവാസി ഉൽപ്പന്നം, കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ഉൽപ്പന്നം കണ്ണാടിപ്പായ. ആ കണ്ണാടിപ്പായ ഇടുക്കി ജില്ലയിലെ ഉൽപ്പന്നമാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ആദ്യം കണ്ടുമുട്ടുന്നത് എന്നാണെന്നറിയാമോ? 1925 മാർച്ച് 12 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായിട്ട് ശിവഗിരിയിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നത് 1925 മാർച്ച് 12 എന്തിനാണ് ഇപ്പോൾ അത് പറഞ്ഞത്? ഇപ്പോൾ 2025 അതായത് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു അവർ രണ്ടുപേരും കണ്ടതിന്റെ 100ാമത്തെ വാർഷികമാണ് 2025. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. 1925 മാർച്ച് 12 ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിയും ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? നേരിൽ കാണുന്നത്. ശരി, അടുത്തത് 18ാമത് താഷ്കന്റ് ഓപ്പൺ ചെസ് കിരീടം. 18ാമത് താഷ്കന്റ് ഓപ്പൺ ചെസ് കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഇപ്പോൾ 18ാമത് താഷ്കന്റ് ഓപ്പൺ ചെസ് കിരീടത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഇത്തവണ അത് കിട്ടിയിരിക്കുന്നത് മലയാളി ആയിട്ടുള്ള ഒരു ചെസ് ഗ്രാൻഡ് മാസ്റ്റർക്കാണ്.
ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ നിഹാൽ സരിനാണ്. ആർക്കാണ്? നിഹാൽ സരിൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പയ്യനെ പരിചയപ്പെട്ടു വയ്ക്കണം. 10-20 വയസ്സുള്ള പയ്യനാണ് നിഹാൽ സരിൻ. അപ്പോൾ 18ാമത് താഷ്കന്റ് ഓപ്പൺ ചെസ് കിരീടം നേടിയ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആരും ചോദിച്ചാൽ നിഹാൽ സരിൻ ആണ് എന്നുള്ളത് ഓർക്കുക. താഷ്കന്റ് എന്ന് പറയുന്നത് ഒരു തലസ്ഥാന നഗരമാണ്. ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാന നഗരമാണ് ഏത്? താഷ്കന്റ്. അതുപോലെ ശ്രദ്ധിച്ചു വെക്കുക, ഉക്രൈന്റെ തലസ്ഥാനമാണ് കീവ്. അതുപോലെ ശ്രദ്ധിച്ചു വെക്കുക, അസർബൈജാന്റെ തലസ്ഥാനമാണ് ഏത്? ബക്കു. ഈ പറഞ്ഞ പേരുകളെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അസർബൈജാന്റെ ക്യാപിറ്റൽ ആണ് ഏത്? ബക്കു. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2025 മാർച്ചിൽ പ്രഖ്യാപിച്ചു. ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. വിനോദ് കുമാർ ശുക്ല, ഹിന്ദി എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല. അതേസമയം പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിച്ചാലോ, 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം, അതും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒന്ന് ഹിന്ദി ചലച്ചിത്ര പാട്ടെഴുത്തുകാരൻ ഒരാളുണ്ട്, ഗുൽസാർ. പിന്നെ അത് കഴിഞ്ഞ് ഒരു സംസ്കൃത പണ്ഡിതൻ ജഗദ്ഗുരു രാംഭദ്രാചാര്യയ്ക്കും ഗുൽസാറിനുമാണ് 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം അറിയാലോ, ഇന്ത്യയിൽ സാഹിത്യ രംഗത്ത് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഏത്? ജ്ഞാനപീഠ പുരസ്കാരം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് ചോദിച്ചാലാണ് വിനോദ് കുമാർ ശുക്ലയുടെ പേര് പറയേണ്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് വിനോദ് കുമാർ ശുക്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അലോക് ശുക്ല എന്നൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അലോക് ശുക്ല അല്ലെ, നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയ മലയാളി പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ നമ്മൾ പഠിച്ചു, മാധവ് ഗാഡ്ഗിലാണെന്ന് പഠിച്ചു അല്ലെ. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുമ്പോൾ UNEP, അവരുടെ പരിസ്ഥിതി സംഘടനയാണ്, യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. അവരുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ്, പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഗോൾഡ് മാൻ പുരസ്കാരം പരിസ്ഥിതി രംഗത്തെ നോബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ്. ഗോൾഡ് മാൻ പുരസ്കാരം നേടിയ ഇന്ത്യക്കാരനാണ് അലോക് ശുക്ല. ആരാണ്? അലോക് ശുക്ല. ഇതിപ്പോ വിനോദ് കുമാർ ശുക്ല. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ദിയാ സലായ് എന്ന് പറയുന്നത് ഒരു ആത്മകഥയാണ്. ദിയാ സലായ് ആരുടെ ആത്മകഥ എന്ന് ചോദിച്ചാൽ കൈലാസ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ്. ആരുടെ ആത്മകഥയാണ്? ദിയാ സലായ്, കൈലാസ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ്. ആരാണ് കൈലാസ് സത്യാർത്ഥി? സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരനാണ് കൈലാസ് സത്യാർത്ഥി അല്ലെ. സമാധാനത്തിൽ നോബൽ സമ്മാനം മദർ തെരേസയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേടുന്ന മറ്റൊരു ഇന്ത്യക്കാരനാണ് ആര്? കൈലാസ് സത്യാർത്ഥി. അപ്പോൾ 2014 2014 കൈലാസ് സത്യാർത്ഥിക്ക് സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിക്കും. കൂടെ മലാല യൂസഫ് സായിക്കും ആ കൊല്ലം തന്നെ സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിക്കും. 2014 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒന്ന് കൈലാസ് സത്യാർത്ഥിക്ക്, വേറൊന്ന് മലാല യൂസഫ് സായിക്കുമാണ്. അപ്പൊ ആ കൈലാസ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ് ഏത്? ദിയാ സലായ്. കൈലാസ് സത്യാർത്ഥിയുടെ കാര്യം പറയുമ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസ്ഥാനമുണ്ട്, ബച്പൻ ബച്ചാവോ ആന്തോളൻ. BBA, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാൽ കൈലാസ് സത്യാർത്ഥിയാണ്. എന്തിനു വേണ്ടി സ്ഥാപിച്ചതാണ്? കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച സംഘടനയാണ് അല്ലെ. അപ്പൊ 2014 മലാല യൂസഫ് സായിക്ക് നോബൽ സമ്മാനം സമാധാനത്തിന് കിട്ടിയിരുന്നു. മലാല ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം എന്നാണ്? ജൂലൈ 12. മലാല ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ജൂലൈ 12. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഗ്രാമയാത്ര ഒരു പെയിന്റിംഗ് ആണ്, ഒരു ചിത്രമാണ്. ഗ്രാമയാത്ര എന്ന് പറയുന്നത് ഒരു പെയിന്റിംഗ് ആണ്, ചിത്രമാണ്. ഈ അടുത്ത കാലത്ത് വളരെ വലിയ ഈ പറഞ്ഞ തുകയ്ക്ക് വിറ്റുപോയ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തുകയ്ക്ക് ഒരു ചിത്രം വിറ്റുപോകുന്നത്. അതായത് 118 കോടി രൂപയ്ക്ക് വിറ്റുപോയ ഒരു ചിത്രമാണ് ഏത്? ഈ പറഞ്ഞ ഗ്രാമയാത്ര എന്ന് പറയുന്ന ചിത്രം. അപ്പൊ ആ ഗ്രാമയാത്ര എന്ന ചിത്രം വരച്ചതാര് എന്ന് ചോദിച്ചാൽ ആധുനിക ചിത്രകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ് MF ഹുസൈൻ. ഗ്രാമയാത്ര എന്ന് പറയുന്ന ചിത്രം വരച്ചതാരാണ്? MF ഹുസൈൻ. അത് ഓർത്ത് വെക്കണം.
അവിടെ വേറൊരു ചോദ്യം ഒന്ന് പരിചയപ്പെട്ടു വയ്ക്കുക. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള ചിത്രമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആ ചിത്രം വരച്ചത് ആരാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസ്. ആരാണ്? നന്ദലാൽ ബോസ് അല്ലെ. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് നന്ദലാൽ ബോസ്. നമ്മുടെ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നന്ദലാൽ ബോസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസിന്റെ ഒരു ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. അതേസമയം ചന്തയിലേക്ക് പോകുന്ന ഗ്രാമീണർ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു ചിത്രമുണ്ട്. ആ ചിത്രം വരച്ചത് അമൃത ഷെർഗിൽ ആണ്. ആരാണ്? അമൃത ഷെർഗിൽ അല്ലെ. അപ്പൊ ഗ്രാമയാത്ര എന്ന ചിത്രം വരച്ചത് ആരും ചോദിച്ചാൽ MF ഹുസൈൻ ആണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നുള്ള ചിത്രം വരച്ചിരിക്കുന്നത് നന്ദലാൽ ബോസ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചന്തയിലേക്ക് പോകുന്ന ഗ്രാമീണർ എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിൽ ആണ്. അതുപോലെ ഒരു ചിത്രം കൂടി പരിചയപ്പെട്ടു വയ്ക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഭാരത് മാത എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരൊരിക്കൽ ചോദിച്ച ചോദ്യമാണ്. അബനീന്ദ്രനാഥ ടാഗോർ. ഭാരത മാത എന്ന് പറയുന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. വേറൊരു കാര്യം കൂടി അവിടെ ശ്രദ്ധിച്ചു വെക്കുക, അതേ പേരിൽ ഒരു ചിത്രം ആരും വരച്ചിട്ടുണ്ട്? അമൃത ഷെർഗിലും വരച്ചിട്ടുണ്ട്. പക്ഷെ കൂടുതൽ പ്രസിദ്ധമായുള്ള ചിത്രം, പ്രശസ്തി കിട്ടിയ ചിത്രം, ഭാരത് മാത എന്ന് പറയുന്ന ചിത്രം അബനീന്ദ്രനാഥ ടാഗോറിന്റെ ചിത്രമാണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് എഗ്മോർ ഗവൺമെന്റ് മ്യൂസിയം ഈ അടുത്ത കാലത്തായിട്ട് വാർത്തകളിൽ ഇടം പിടിച്ചു. നമുക്കറിയാം സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നൽകിയത് ആരാണ്? ജോൺ മാർഷൽ ആണ് അല്ലെ. സിന്ധു നദീതട സംസ്കാരത്തിന് ആ പേര് നൽകിയത് ആരാണ്? ജോൺ മാർഷൽ എന്ന് പറയുന്ന പുരാവസ്തു ഗവേഷകനാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന ഒരാള് അദ്ദേഹമാണ് ആര്? ജോൺ മാർഷൽ. അദ്ദേഹം ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് സിന്ധു നദിയുടെ സംസ്കാരം കണ്ടെത്തുന്നത്. അപ്പൊ ആ സംസ്കാരത്തിന് ആ പേര് നൽകിയ ആളാണ് ആര്? ജോൺ മാർഷൽ. അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഈ അടുത്ത കാലത്ത് ഈ പറഞ്ഞ മ്യൂസിയത്തിൽ സ്ഥാപിച്ചു. എഗ്മോർ ഗവൺമെന്റ് മ്യൂസിയത്തിൽ സ്ഥാപിച്ചു. അതായത് തമിഴ്നാട്ടിലെ എഗ്മോർ ഗവൺമെന്റ് മ്യൂസിയത്തിൽ ഈ അടുത്ത കാലത്ത് സ്ഥാപിച്ചത് ഏത് പുരാവസ്തു ഗവേഷകന്റെ പ്രതിമയാണ് എന്ന് ചോദിച്ചാൽ ജോൺ മാർഷലിന്റെ പ്രതിമയാണ് അല്ലെ. ഇന്ത്യയുടെ പുരാവസ്തു ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കണ്ണിംഗ്ഹാം ആണ്. അലക്സാണ്ടർ കണ്ണിംഗ്ഹാം അല്ലെ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ് 1861. അതുകൊണ്ട് അദ്ദേഹത്തെ പറയാറുണ്ട് ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിന്റെ പിതാവ് എന്ന്. ആരെ വിളിക്കാറുണ്ട്? അലക്സാണ്ടർ കണ്ണിംഗ്ഹാമിനെ വിളിക്കാറുണ്ട്. 1904 ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നത്. പുരാവസ്തു വകുപ്പ് ആരംഭിക്കുന്ന 1904 അത് ലോർഡ് കഴ്സൺ വൈസ്രോയി ആയിരിക്കുമ്പോഴാണ്. 1904 ഏതാരംഭിക്കുന്നത്? ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നത്. എന്തായാലും സിന്ധു നദിയുടെ സംസ്കാരം കണ്ടെത്തുന്ന സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആരായിരുന്നു? ജോൺ മാർഷൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഈ അടുത്ത കാലത്തായിട്ട് ഒരു മ്യൂസിയത്തിൽ സ്ഥാപിച്ചു. ഏത് മ്യൂസിയം എന്ന് ചോദിച്ചാൽ എഗ്മോർ ഗവൺമെന്റ് മ്യൂസിയം, തമിഴ്നാട്. ശരി, അടുത്തത് 2025 മിസ് വേൾഡ് മത്സരം. 2025 മിസ് വേൾഡ് മത്സരം നടക്കുന്നത് എവിടെ വെച്ചാണ്? അതിന്റെ വേദി ഇന്ത്യയാണ്. ഇന്ത്യയിൽ എവിടെയാണ്? തെലങ്കാന. 2025 മിസ് വേൾഡ് മത്സരം നടക്കുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ തെലങ്കാന വെച്ചിട്ടാണ്. 2024 മിസ് വേൾഡ് മത്സരവും നടന്നത് ഇന്ത്യ വെച്ചിട്ടാണ്, മുംബൈയിൽ വെച്ചിട്ടാണ് 2024 മിസ് വേൾഡ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ തുടർച്ചയായിട്ട് രണ്ട് തവണ ഇപ്പോൾ അടുത്തടുത്ത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയാവുകയാണ്. അപ്പോൾ 2024 മിസ് വേൾഡ് മത്സരമാണെങ്കിൽ അത് മുംബൈയിൽ വെച്ചിട്ടാണ്, മഹാരാഷ്ട്ര വെച്ചിട്ടാണ്. അതേസമയം 2025 മിസ് വേൾഡ് മത്സരം നടക്കാൻ പോകുന്നത് തെലങ്കാനയിൽ വെച്ചിട്ടാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ആദ്യമായിട്ട് മിസ് വേൾഡ് കിരീടം നേടിയ ഇന്ത്യക്കാരി ആരെന്നറിയാമോ? ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആദ്യമായിട്ട് മിസ് വേൾഡ് കിരീടം നേടിയ ഇന്ത്യക്കാരി റീത്ത ഭാര്യയാണ്. ആരാണ്? റീത്ത ഭാര്യ. 1966 റീത്ത ഭാര്യയാണ് ആദ്യമായിട്ട് മിസ് വേൾഡ് കിരീടം നേടിയ ഇന്ത്യക്കാരി. അതിനുശേഷം പിന്നെ ഐശ്വര്യ റായ്ക്ക് 1994 കിട്ടിയിട്ടുണ്ട്. പിന്നീട് കുറെ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മിസ് വേൾഡ് കിരീടം ആദ്യം നേടുന്നത് റീത്ത ഭാര്യയ്ക്കാണ്. അതേസമയം മിസ് യൂണിവേഴ്സ് കിരീടം, അങ്ങനെ ഒരു കിരീടം ഉണ്ടല്ലോ, മത്സര
അവസരമുണ്ട്. മിസ് യൂണിവേഴ്സ് കിരീടം ആദ്യം കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചാൽ സുസ്മിത സെന്നാണ്. ആർക്കാണ്? സുസ്മിത സെൻ. മിസ് യൂണിവേഴ്സ് സുസ്മിത സെൻ. അതേസമയം മിസ് വേൾഡ് റീത്ത ഭാരിയ. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 8 മുതൽ 12 ക്ലാസ് വരെ 8 മുതൽ 12 ക്ലാസ് വരെ ലൈംഗിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ സംസ്ഥാനം. 8 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കർണാടകയാണ്. 8 മുതൽ 12 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കർണാടക. ഇനി അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഒരു സംസ്ഥാനം എന്ത് വിക്ഷേപിക്കാനായിട്ട് പോകുന്നു? ബഹിരാകാശ പേടകം വിക്ഷേപിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ സ്വന്തമായിട്ട് ബഹിരാകാശ പേടകം വിക്ഷേപിക്കാൻ വേണ്ടി തയ്യാറാകുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആസാമാണ്. ഏതാണ്? ആസാമാണ്. ISROയുമായി സഹകരിച്ച് സ്വന്തമായിട്ടൊരു പേടകം വിക്ഷേപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഏത് സംസ്ഥാനം? ആസാം. ഇത് പറയുമ്പോൾ നമ്മുടെ 10ാമത്തെ ISRO ചെയർമാൻ മലയാളിയായിട്ടുള്ള S സോമനാഥാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം ഇപ്പോൾ ആ അധ്യക്ഷ പദവിയിലില്ല, അദ്ദേഹം മാറി ഇപ്പോൾ 11ാമത് ഈ പറഞ്ഞ ISROയ്ക്ക് ചെയർമാൻ വന്നു അല്ലേ. അപ്പോൾ ഈ 10ാമത്തെ ISRO ചെയർമാൻ S സോമനാഥ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ ബഹിരാകാശ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഉപദേഷ്ടാവാണ് ആര്? S സോമനാഥ്. അപ്പോൾ S സോമനാഥ് ഇപ്പോൾ ഏത് സംസ്ഥാനത്തിൻ്റെ ടെക്നോളജി അഡ്വൈസർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ആന്ധ്രാപ്രദേശിൻ്റെ ടെക്നോളജി അഡ്വൈസർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? ചന്ദ്രബാബു നായിഡു. തെലങ്കാനയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് രേവന്ത് റെഡ്ഡിയാണ് അല്ലെ. ശരി, അടുത്തത് വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം. വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഒരുപാട് വാർത്താ പ്രാധാന്യം കിട്ടിയ ഒരു മൃഗസംരക്ഷണ കേന്ദ്രമാണ് വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം. റിലയൻസിന്റെ കീഴിൽ വരുന്നതാണ്. റിലയൻസിന്റെ ഉടമ മുകേഷ് അംബാനി. ആ മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയാണ് ഇതിന്റെ ഈ പറഞ്ഞ ചുമതല വഹിക്കുന്നത്. അപ്പോൾ വൻതാര മൃഗസംരക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ മൃഗപരിപാലന കേന്ദ്രം 2025 ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ജാംനഗറിന്റെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല റിലയൻസിന്റെ എണ്ണ ശുദ്ധീകരണശാലയാണ്. എവിടെയാണ്? ജാംനഗറിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ് എന്ന് ചോദിച്ചാൽ ജാംനഗർ, ഗുജറാത്ത്. ഇനി അത് കഴിഞ്ഞിട്ട് 58ാമത് കടുവ സങ്കേതം. ഇന്ത്യയിലെ 58ാമത് കടുവ സങ്കേതം അല്ലെ. പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. കടുവ സംരക്ഷണ പദ്ധതിയാണ് പ്രോജക്ട് ടൈഗർ. 1973 ഏപ്രിൽ 1 ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതി അല്ലെങ്കിൽ നിലവിൽ വന്ന പദ്ധതി അതാണ് പ്രോജക്ട് ടൈഗർ. ഇന്ദിരാഗാന്ധിയാണ് ആ പദ്ധതിക്ക് പിന്നിലുള്ള പ്രധാനമന്ത്രി, നിങ്ങൾക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ പിന്നീട് രാജ്യത്ത് ഉണ്ടായി. അങ്ങനെ 58ാമത് കടുവ സങ്കേതം നിലവിൽ വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ്. രാജ്യത്ത് 58ാമത് കടുവ സങ്കേതം നിലവിൽ വന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്, മാധവ് നാഷണൽ പാർക്ക്. അപ്പൊ രാജ്യത്തിലെ 58ാമത് കടുവ സങ്കേതം മാധവ് നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് മൃഗശാല അല്ലെ, ശീതീകരിച്ച മൃഗശാല ഏതാണ്, എവിടെയാണ് എന്ന് ചോദിച്ചാൽ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്. പത്മജ നായിഡു മൃഗശാല എന്ന് ചുരുക്കി പഠിക്കുക. പത്മജ നായിഡു മൃഗശാല അല്ലെങ്കിൽ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? ഡാർജിലിംഗ്. ഡാർജിലിംഗ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. പശ്ചിമ ബംഗാൾ. ഡാർജിലിംഗ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? പശ്ചിമ ബംഗാൾ അല്ലെ. ഇപ്പൊ നമ്മൾ ഡെറാഡൂൺ പഠിക്കും, ഒരു സുഖവാസ കേന്ദ്രമാണ്. അത് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമാണ്. അതുപോലെ ഡാർജിലിംഗും എന്താണ്? ഒരു സുഖവാസ കേന്ദ്രമാണ്. അതെവിടെയാണ്? പശ്ചിമ ബംഗാൾ. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല ഏതെന്ന് ചോദിച്ചാൽ പത്മജ നായിഡു മൃഗശാല എവിടെയാണ്? ഡാർജിലിംഗ്, പശ്ചിമ ബംഗാൾ. അത് പറയുമ്പോൾ രാജ്യത്തെ ആദ്യത്തെ വന്യജീവി ബയോ ബാങ്ക്, രാജ്യത്തെ ആദ്യത്തെ
വന്യജീവി ബയോ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാലും ഇവിടെ തന്നെയാണ്. പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് തന്നെയാണ് രാജ്യത്തെ ആദ്യത്തെ വന്യജീവി ബയോ ബാങ്കും നിലവിൽ വന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കണം, ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ വായു നിലവാരം വളരെ മോശമാണ്. അതായത് വായു നിലവാരം വളരെ മോശമായിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 5ാമതാണ്. വായു നിലവാരം വളരെ മോശമായിട്ടുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 5ാമതാണ്. അപ്പോൾ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള വായു നിലവാരമുള്ള 5ാമത് രാജ്യമാണ് ഏത്? ഇന്ത്യ. ആ പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വായു മലിനീകരണമുള്ള തലസ്ഥാന നഗരം ഏതെന്ന് ചോദിച്ചാൽ ഡൽഹിയാണ്. 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള തലസ്ഥാന നഗരം ഏതെന്ന് ചോദിച്ചാൽ ഡൽഹിയാണ്. അതേസമയം 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള പട്ടണം ഏതെന്ന് ചോദിച്ചാൽ ബർണിഹട്ട് ആണ്. ഏതാണ്? ബർണിഹട്ട് എന്ന് പറയുന്നത് മേഘാലയയിലാണ്. അപ്പോൾ വായു മലിനീകരണത്തിന്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യ വായു മലിനീകരണത്തിൽ ലോകത്ത് 5ാമതാണ്. വായു മലിനീകരണം അങ്ങനെ നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴത്തേക്കും ഏറ്റവും മലിനീകരിക്കപ്പെട്ട വായു മലിനീകരണം കൂടുതലുള്ള തലസ്ഥാന നഗരം ഇന്ത്യയുടെ തലസ്ഥാന നഗരമാണ് ഡൽഹിയാണ്. വായു മലിനീകരണം ഏറ്റവും കൂടുതലുള്ള പട്ടണം ഏതെന്ന് ചോദിച്ചാൽ ബർണിഹാട്ട് എവിടെയാണ്? മേഘാലയ അല്ലെ. നമ്മൾ പഠിച്ചതാണ് 38ാമത് ദേശീയ ഗെയിംസ് 2025 38ാമത് ദേശീയ ഗെയിംസ് നടന്നു അല്ലെ. 2025 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഉത്തരാഖണ്ഡാണ് അല്ലെ. അടുത്ത ദേശീയ ഗെയിംസ് 39ാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത് എവിടെയാണ്? അത് മേഘാലയയിലാണ്. അപ്പൊ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യം മുഴുവൻ അടിയന്തര ഘട്ടങ്ങളിൽ പോലീസിനെയോ ആംബുലൻസിനെയോ ഫയർഫോഴ്സിനെയോ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ നിലവിൽ വന്നിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ പോലീസിനെ ആംബുലൻസിനെ ഫയർഫോഴ്സിനെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ രാജ്യത്ത് പൊതുവിൽ വന്നിട്ടുണ്ട്. ആ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 112 ആണ്. ഇത് പറയുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വയ്ക്കേണ്ട ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, ദേശീയ സൈബർ സുരക്ഷാ ഹെൽപ്പ് ലൈൻ. ഇപ്പൊ നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഫോൺ ഈ പറഞ്ഞ കണക്ട് ആവുന്നത് അല്ലെ, വേറൊരാളുമായിട്ട് കണക്ട് ആവുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ പറയും, സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അതിൽ പറയുന്ന ഒരു നമ്പർ ഉണ്ട് 1930 ദേശീയ സൈബർ സുരക്ഷാ നമ്പർ. ദേശീയ സൈബർ സുരക്ഷാ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 1930 ആണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു വെക്കണം, ലോക സീറോ വേസ്റ്റ് ദിനം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 30 എന്ന് കേട്ടതുകൊണ്ട് ഞാൻ പറയണം, 1930 ദേശീയ സൈബർ സുരക്ഷ ഹെൽപ്പ് ലൈൻ നമ്പർ. അതുപോലെ ലോക സീറോ വേസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതെന്ന് ചോദിച്ചാൽ മാർച്ച് 30 ആണ്. ലോക സീറോ വേസ്റ്റ് ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? മാർച്ച് 30 ആണ്. അപ്പൊ ഈ പറഞ്ഞ 3 പോയിന്റുകളും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ചോദ്യം പ്രതീക്ഷിച്ചോണം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. രാജ്യത്തെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പാത നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ മുംബൈ പൂനെ റൂട്ടിലാണ് രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പാത വരുന്നത്. നിലവിലിപ്പോൾ മുംബൈയിൽ നിന്ന് പൂനെയിലോട്ട് പോകണമെങ്കിൽ ഏതാണ്ട് 3 മണിക്കൂർ വേണം. പക്ഷേ ഈ പറഞ്ഞ ഹൈപ്പർ ലൂപ്പ് പാത വന്നാൽ, എന്താണ് ഹൈപ്പർ ലൂപ്പ്? ഒരു കുഴലിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനമാണ് ഹൈപ്പർ ലൂപ്പ്. അതായത് വിമാനത്തിന്റെ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാനായിട്ട് പറ്റും. വായു കർഷണമൊക്കെ കുറച്ച് വിമാനത്തിനേക്കാൾ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അത്യാധുനിക ട്രാൻസ്പോർട്ടേഷൻ സംവിധാനമാണ് ഹൈപ്പർ ലൂപ്പ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 3 മണിക്കൂർ കൊണ്ടാണ് മുംബൈയിൽ പൂനെ വരെ ഈ പറഞ്ഞ ഒരാൾ എത്തുന്നതെങ്കിൽ, ഗതാഗതത്തിലൂടെ എത്തുന്നതെങ്കിൽ, ഇനി അത് ഈ പറഞ്ഞ 10-20 മിനിറ്റ് കൊണ്ട് എത്താനായിട്ട് പറ്റും. അങ്ങനെ രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് പാത നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മുംബൈ പൂനെയിലാണ്. ഇപ്പോൾ പൂനെയിലുള്ള ഒരാൾക്ക് കുറച്ച് കപ്പ അല്ലെങ്കിൽ അപ്പവുമായിട്ട്
ഈ പറഞ്ഞ എന്ത് ചെയ്യാം, 10 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 10:20 ആകുമ്പോഴത്തേക്ക് മുംബൈയിൽ വരാം. അപ്പോൾ എല്ലാം വിറ്റ് ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് വണ്ടി കയറി 11:20 എവിടെ വരാം, പൂനെയിൽ വരാം. പൂനെയിൽ വന്നിട്ട് ഉച്ചഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാം. അപ്പൊ അങ്ങനെ ഒരു പാതയാണ് ഏത്, ഹൈപ്പർ ലൂപ്പ് പാത, മുംബൈയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് രാജ്യത്തെ ആദ്യത്തെ അധിഷ്ഠിത ഗോൾഡ് ലോൺ, രാജ്യത്തെ ആദ്യത്തെ അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ വാറങ്കലാണ്, തെലങ്കാന. വാറങ്കൽ, തെലങ്കാന. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM സ്ഥാപിക്കപ്പെട്ടത് എവിടെ? വാറങ്കൽ, തെലങ്കാന. ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, രാജ്യത്തെ ആദ്യത്തെ അരി ATM, രാജ്യത്തെ ആദ്യത്തെ അരി ATM സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഭുവനേശ്വർ, ഒഡീഷ. രാജ്യത്തെ ആദ്യത്തെ അരി ATM സ്ഥാപിക്കപ്പെട്ടത് ഭുവനേശ്വറിലാണ്. രാജ്യത്തെ ആദ്യത്തെ ഗോൾഡ് ATM, കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യം തന്നെയാണ്, ഹൈദരാബാദാണ്. രാജ്യത്തെ ആദ്യത്തെ ഗോൾഡ് ATM ഹൈദരാബാദിലാണ്. ഇവിടെ ഇപ്പൊ പറഞ്ഞ എന്താണ്? രാജ്യത്തെ ആദ്യത്തെ അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആണ്. ഗോൾഡ് ATM എന്നല്ല, ഗോൾഡ് ലോൺ ATM ഏത്? വാറങ്കൽ, തെലങ്കാന. അപ്പൊ അത് ഓർത്ത് വെക്കണം. അപ്പോൾ അരി ATM എവിടെയാണ്? അത് ഒഡീഷയിലാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് റംസാർ അവാർഡ്. റംസാർ കരാർ എന്താണെന്ന് നമുക്കറിയാം. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കരാറാണ് റംസാർ കരാർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നു. 2025 ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാം എന്നുള്ളതാണ്. പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കാം എന്നുള്ളതാണ് 2025 ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം, അല്ലെ? അപ്പൊ ഇവിടെ 2025 റംസാർ അവാർഡ് നേടിയ ഇന്ത്യൻ ആര്? 2025 ആദ്യമായിട്ടാണ് റംസാർ അവാർഡ് ഒരു ഇന്ത്യക്കാരന് അല്ലെങ്കിൽ ഒരു ഇന്ത്യന് ലഭിക്കുന്നത്. ആർക്ക് കിട്ടി എന്നാണ് ചോദ്യം. ഒരു വനിതയ്ക്കാണ്, ജയശ്രീ വെങ്കടേശ്വരൻ. അപ്പോ 2025 റംസാർ അവാർഡ് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ജയശ്രീ വെങ്കടേശ്വരനാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരാളെ പരിചയപ്പെടാം, വി രാമസ്വാമി സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ഒരാളാണ്. വി രാമസ്വാമി 2025 മാർച്ചിൽ മരണപ്പെട്ടു. വി രാമസ്വാമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് നടപടികൾക്ക് വിധേയനായ സുപ്രീം കോടതി ജഡ്ജി. ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് നടപടികൾക്ക് വിധേയനായ സുപ്രീം കോടതി ജഡ്ജിയാണ് ആര്? വി രാമസ്വാമി. പക്ഷേ ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ടില്ല. ഇതുവരെ ഒരു സുപ്രീം കോടതി ജഡ്ജിയും ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് വിധേയനായ സുപ്രീം കോടതി ജഡ്ജാണ്, ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജാണ് ആര്? വി രാമസ്വാമി. അദ്ദേഹം 2025 മാർച്ചില് മരണപ്പെട്ടു, അല്ലെ? അപ്പം നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ആശയം, നമ്മുടെ ഭരണഘടനയിൽ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ആശയം പറയും, ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടൊരു നടപടിക്രമമുണ്ട്, ഇംപീച്ച്മെന്റ്. അത് എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട ആശയമാണ് ഏത്? ഇംപീച്ച്മെന്റ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സൈനിക അഭ്യാസത്തിലോട്ട് വരാം. ഇന്ത്യയും ഫ്രാൻസും 2025 നടത്തിയ നാവിക അഭ്യാസം. ഇന്ത്യയും ഫ്രാൻസും 2025 സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസം, അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് വരുണ. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തിയിരിക്കുന്ന എന്താണ്? നാവികാഭ്യാസമാണ് വരുണ, അല്ലെ? വരുണ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജലത്തിന്റെ ദേവനാണ് ആര്? വരുണൻ, അല്ലെ? അപ്പൊ വരുണ എന്ന് പറയുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവികാഭ്യാസത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയും ഫ്രാൻസും. അതുപോലെ ബോങ്കോ സാഗർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവിക അഭ്യാസത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ്. 2025 മാർച്ചിൽ ബോങ്കോ സാഗർ എന്ന് പറയുന്ന നാവിക അഭ്യാസം 2 രാജ്യങ്ങൾ തമ്മിൽ നടന്നു, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ബംഗാൾ ഉൾക്കടലിൽ നടത്തിയ നാവിക അഭ്യാസത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ബോങ്കോ സാഗർ. അതേസമയം ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നാവിക അഭ്യാസമാണ് വരുണ. അത് ഓർത്ത് വെക്കുക. സൈക്ലോൺ എന്ന് പറയുന്ന സംയുക്ത സൈനിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? മുമ്പൊരിക്കൽ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സൈനികാഭ്യാസമാണ് സൈക്ലോൺ. വേറെ ചില സൈനികാഭ്യാസങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, വീണ്ടും ഞാൻ പറയുന്നില്ല.
അടുത്തത് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഏത് ടീമാണെന്ന് ചോദിച്ചാൽ വിദർഭയാണ്. നമുക്കറിയാം 2025 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? അത് വിദർഭയാണ്. ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചാണ് വിദർഭ എന്ത് ചെയ്യുന്നത്? കിരീടം നേടുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം കളിക്കുന്നത്. ഇത്തവണത്തെ രഞ്ജി ട്രോഫി കളിച്ച കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? സച്ചിൻ ബേബിയാണ് അല്ലെ. അപ്പോൾ 2025 രഞ്ജി ട്രോഫി കിരീടം നേടിയത് വിദർഭ. ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചാണ് വിദർഭ കിരീടം നേടുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം കളിക്കുന്നത്. കേരളത്തിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സച്ചിൻ ബേബിയാണ്. ഇതുപോലെ വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2024-25 സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരം, സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. ഫൈനലിൽ കേരളത്തിനെയാണ് തോൽപ്പിച്ചത് അല്ലെ. ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചാണ് ആര് വിജയിച്ചത്? പശ്ചിമ ബംഗാൾ വിജയിച്ചത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം അല്ലെ. അത് നിങ്ങൾക്ക് അറിയാം. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് ഏത് രാജ്യമാണ്? ഏത് ടീമാണ്? ഇന്ത്യയാണ്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ നമ്മൾ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത്? കിരീടം നേടിയത്. ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് ആയത് ആരാണ്? പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് ആരാണ് എന്ന് ചോദിച്ചാൽ രോഹിത് ശർമ്മയാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻ, ടൂർണമെന്റിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു. ഫൈനലിൽ എന്തായത്? പ്ലെയർ ഓഫ് ദി മാച്ച് ആയത്. അതേസമയം പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്, ആ എൻ്റയർ സീരീസിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആരെന്ന് ചോദിച്ചാൽ രച്ചിൻ രവീന്ദ്രയാണ്. ന്യൂസിലാൻഡ് കളിക്കാരൻ രച്ചിൻ രവീന്ദ്രയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആരെന്ന് ചോദിച്ചാൽ അത് ആരാണ്? രോഹിത് ശർമ്മയാണ്. വേറൊരു പ്രത്യേകത കൂടി രോഹിത് ശർമ്മയ്ക്ക് ഈ പറഞ്ഞ ടൂർണമെന്റ് വിജയത്തിലൂടെ ലഭിച്ചിട്ടുണ്ട്. എന്താണ്? 4 ICC ടൂർണമെന്റുകളിലും, 4 ICC ടൂർണമെന്റ് എന്ന് പറയുമ്പോൾ 2020, പിന്നെ അത് കഴിഞ്ഞിട്ട് വൺ-ഡേ ടൂർണമെന്റ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, ICC ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് ഉണ്ട്. ഇങ്ങനെ 4 ടൂർണമെന്റുകളിലും ഫൈനലിൽ ഇന്ത്യയെ എത്തിച്ച, ഫൈനലിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ എത്തിക്കുന്ന ക്യാപ്റ്റൻ എന്ന ബഹുമതി ആർക്ക് കിട്ടിയിട്ടുണ്ട്? രോഹിത് ശർമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2025 കബഡി ലോകകപ്പ്, 2025 കബഡി ലോകകപ്പ് നടന്നത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ്. 2025 കബഡി ലോകകപ്പ് നടന്നത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ്. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ചാമ്പ്യന്മാരായത് ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. കബഡി ലോകകപ്പ് 2025 പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ചാമ്പ്യനായത് ഇന്ത്യയാണ്. ഇതുപോലെ ഖോ ലോകകപ്പ് പ്രഥമ ഖോ ലോകകപ്പ്, ആദ്യമായിട്ടാണ് ഖോ എന്ന് പറയുന്ന കളിക്ക് വേണ്ടിയിട്ട് ലോകകപ്പ് മത്സരം വരുന്നത്. അതിന്റെ വേദി ഇന്ത്യയായിരുന്നു, ന്യൂഡൽഹിയാണ്. പ്രഥമ ഖോ ലോകകപ്പ് വനിതാ വിഭാഗവും പുരുഷ വിഭാഗവും ജേതാക്കളായത് ഇന്ത്യ തന്നെയാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോ കബഡി ലോകകപ്പ് അല്ലെ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു വ്യക്തിയെ പരിചയപ്പെടാം. അജന്ത ശരത് കമാൽ. അജന്ത ശരത് കമാൽ അറിയപ്പെടുന്ന ഒരു കളിക്കാരനാണ്. അജന്ത ശരത് കമാൽ ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ അടുത്ത കാലത്ത് അജന്ത ശരത് കമാൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ കായിക രംഗത്ത് നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? റിട്ടയർ ചെയ്തു. അപ്പൊ ഈ അടുത്ത കാലത്ത് റിട്ടയർ ചെയ്ത അജന്ത ശരത് കമാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ടേബിൾ ടെന്നീസ് ആണ്. അജന്ത ശരത് കമാൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ മെഡൽ നേടിയിട്ടുള്ള, അതുപോലെ തന്നെ പത്മശ്രീ പുരസ്കാരം നേടിയിട്ടുള്ള, ഖേൽ രത്ന ബഹുമതി നേടിയിട്ടുള്ള ഒരു ഈ പറഞ്ഞ കായിക താരമാണ് അജന്ത ശരത് കമാൽ. അദ്ദേഹം ഈ അടുത്ത കാലത്ത് കായിക രംഗത്ത് നിന്ന് എന്തായി? റിട്ടയർ ചെയ്തു. അപ്പോൾ അദ്ദേഹം ഏത് മേഖലയിൽ അല്ലെങ്കിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ടേബിൾ ടെന്നീസ് ആണ്. അതുപോലെ ടേബിൾ ടെന്നീസിൽ ഒരു വനിതയെ കൂടി പരിചയപ്പെട്ടു വയ്ക്കണം. മണിക ബത്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ടേബിൾ ടെന്നീസ്, മണിക ബത്ര. ശരി, അടുത്തത് മാർച്ച് 15. നമുക്കറിയാം ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് മാർച്ച് 15 അല്ലെ. ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്? മാർച്ച് 15 അല്ലെ. എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാണ് 2025 മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം. എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ അല്ലെ. സുസ്ഥിരമായ ജീവിത ശൈലിയിലോട്ടുള്ള നീതിയുക്തമായ മാറ്റം.
സുസ്ഥിരമായ ജീവിതശൈലിയിലോട്ടുള്ള ജസ്റ്റ് എന്ന് പറഞ്ഞാൽ നീതിയുക്തമായ മാറ്റം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നു. അതേസമയം മാർച്ച് 22 ജലദിനമാണ് അല്ലെ. മാർച്ച് 22 ജലദിനമാണ്. അതിനു മുമ്പ് മാർച്ച് 21 ലോക വനദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 21. മാർച്ച് 22 ലോക ജലദിനം മാർച്ച് 22. ലോക ജലദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ഹിമാനികളുടെ സംരക്ഷണമാണ്. ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐക്യരാഷ്ട്ര സംഘടന ഹിമാനികളുടെ സംരക്ഷണ വർഷമായിട്ട് 2025 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വേറെയും കാര്യങ്ങളുണ്ട്. പക്ഷേ 2025 ഹിമാനികളുടെ സംരക്ഷണ വർഷമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 22 ലോക ജലദിനമാണ്. ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം എന്നാണ് ഈ വർഷത്തെ. ഇനി അത് കഴിഞ്ഞിട്ട് മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. 1950 മാർച്ച് 23 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ അഥവാ ലോക കാലാവസ്ഥാ സംഘടന രൂപീകരിക്കപ്പെട്ടത് 1950. അപ്പൊ 2025 ആകുമ്പോൾ 75 വർഷമായി. കാലാവസ്ഥാ സംഘടനയുടെ 75ാമത്തെ വർഷമാണിപ്പോ. അപ്പോൾ 1950 മാർച്ച് 23 ലോക കാലാവസ്ഥാ സംഘടന, അതായത് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിക്കപ്പെട്ടത്. അതിന്റെ ആസ്ഥാനം അറിയാലോ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് ലോക കാലാവസ്ഥാ സംഘടനയുടെ ആസ്ഥാനം. അപ്പോൾ മാർച്ച് 23 അതുകൊണ്ടാണ് ലോക കാലാവസ്ഥാ ദിനമായിട്ട് ആചരിക്കുന്നത്. അത് സ്ഥാപിക്കപ്പെട്ട ദിവസം മാർച്ച് 23. അപ്പൊ 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ക്ലോസിംഗ് ദ എയർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോകത്ത് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നു. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ധാരാളം പേര് മരണപ്പെടുന്നുണ്ട്. അപ്പോൾ ശരിയായ സമയത്ത് അവർക്ക് ആ ദുരന്തങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകാനായിട്ട് പറ്റിയാൽ ഒരുപാട് മരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ രക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ അതുകൊണ്ടുള്ള ആ പറഞ്ഞ ആ ഗ്യാപ്പ് എത്രയും പെട്ടെന്ന് കുറയ്ക്കുക, എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം ആൾക്കാരെ രക്ഷിക്കാം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലോസിംഗ് ദി എയർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. നമുക്ക് ഒരുമിച്ച് ഈ പറഞ്ഞ ഒരു എയർലി വാർണിംഗ് ഗ്യാപ്പ് കുറയ്ക്കാം അല്ലെങ്കിൽ ഇല്ലാതാക്കാം എന്നുള്ളതാണ് 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് മാർച്ച് 24. എന്താണ് മാർച്ച് 24? ലോക ക്ഷയരോഗ ദിനം അല്ലെ. ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് മാർച്ച് 24 അല്ലെ. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ യെസ് വി ക്യാൻ എൻഡ് TB എന്നുള്ളതാണ്. യെസ് വി ക്യാൻ എൻഡ് TB എന്നുള്ളതാണ് മാർച്ച് 24 ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം. അപ്പൊ അത് ഓർത്തു വെക്കണം. അപ്പോ മാർച്ച് 21 വേൾഡ് ഫോറസ്ട്രി ഡേ അല്ലെ. മാർച്ച് 22 വേൾഡ് വാട്ടർ ഡേ. മാർച്ച് 23 വേൾഡ് മെറ്റീരിയോളജിക്കൽ ഡേ. മാർച്ച് 24 ക്ഷയം പിടിക്കും. ഏതാണ്? ലോക ക്ഷയരോഗ ദിനം മാർച്ച് 24. ക്ഷയരോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മാണു ഏതാണ്? അത് ബാക്ടീരിയയാണ്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മാണു ബാക്ടീരിയ. അതിന്റെ പേരാണ് ട്യൂബർക്കിൾ ബാസിലസ്. ഡോട്ട് ചികിത്സ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡോട്ട് ചികിത്സ DOT ഡയറക്ട്ലി ഒബ്സർവ്ഡ് തെറാപ്പി അഥവാ ഡോട്ട് ചികിത്സ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് 2025 ലോക സന്തോഷ സൂചിക. 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് എന്ന് ചോദിച്ചാൽ 118. അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നേരത്തെ ഇതിനേക്കാൾ പിറകിലായിരുന്നു. അതായത് 2024 സന്തോഷ സൂചികയിൽ നമ്മൾ 126ാമതായിരുന്നു. 2024 ലോക സന്തോഷ സൂചിക നമ്മൾ 126ാമതായിരുന്നു. അതേസമയം 2025 ലോക സന്തോഷ സൂചികയിൽ നമ്മൾ സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, 118. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാൻ കൊള്ളാം. എന്തായാലും സന്തോഷ സൂചികയിൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട് 8 വർഷമായിട്ട് ഒരു രാജ്യമാണ് ആദ്യം വരുന്നത്. ഏത് രാജ്യം? ഫിൻലാൻഡ്. ലോക സന്തോഷ സൂചികയിൽ എപ്പോഴും ആദ്യ സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്?
ഫിൻലാൻഡാണ്. അപ്പോൾ 2025 ലോക സന്തോഷ സൂചിക ഇന്ത്യയുടെ സ്ഥാനം 118. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു സൂചിക 2025 തന്നെ സൂചികയാണ്. 2025 ആഗോള സ്വതന്ത്ര സംഭാഷണ സൂചിക. 2025 ആഗോള സ്വതന്ത്ര സംഭാഷണ സൂചിക. അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു രാജ്യത്ത് എത്രത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നത് വിലയിരുത്തുന്ന ഒരു സൂചികയാണ്. ഒരു രാജ്യത്ത് എത്രത്തോളം അഭിപ്രായ സ്വാതന്ത്ര്യം പൗരന് ലഭിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സൂചികയാണ് ആഗോള സ്വതന്ത്ര സംഭാഷണ സൂചിക. അതിൽ ഇന്ത്യയുടെ സ്ഥാനം 24. അപ്പം മെച്ചമാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ 33 രാജ്യങ്ങളുടെ ഒരു പട്ടികയിലാണ് ഇന്ത്യ എത്രാമത് വന്നത്? 24ാമത് വന്നത്. ആഗോള സ്വതന്ത്ര സംഭാഷണ സൂചിക ഇന്ത്യയുടെ സ്ഥാനം 24. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം 2025 ഒരു ഭൂകമ്പം ഉണ്ടായി. 2025 എല്ലാവരെയും നടുക്കിയ ഭൂകമ്പം, നല്ല തീവ്രതയുള്ള ഭൂകമ്പം, റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം. അത് നടന്നത് എവിടെയാണ്? തായ്ലൻഡ്, മ്യാൻമർ എന്നീ രാജ്യങ്ങളിലാണ് അല്ലെ. തായ്ലൻഡ്, മ്യാൻമർ എന്നീ രാജ്യങ്ങളിൽ 7.7 തീവ്രതയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് മ്യാൻമറിന് നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് അടിയന്തരമായിട്ട് ഒരുപാട് സഹായങ്ങൾ നമ്മൾ ചെയ്തായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ആ പദ്ധതി അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ കൊടുത്തിരുന്ന പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ ബ്രഹ്മ അല്ലെ. അപ്പോൾ 7.7 തീവ്രതയിൽ 2025 മാർച്ചിൽ ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പം ഉണ്ടായപ്പോൾ തായ്ലൻഡ്, മ്യാൻമർ രാജ്യങ്ങളിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ മ്യാൻമറിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ രക്ഷാദൗത്യം, ആ രക്ഷാദൗത്യത്തിന് കൊടുത്തിരുന്ന പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഇതുപോലെ 2023 തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെയും ഇന്ത്യ ഈ പറഞ്ഞ രക്ഷാദൗത്യമായിട്ട് ചെന്നു. ആ രക്ഷാദൗത്യത്തിന് കൊടുത്തിരുന്ന പേരാണ് ഓപ്പറേഷൻ ദോസ്ത്. ഏതാണ്? ഓപ്പറേഷൻ ദോസ്ത്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. തായ്ലൻഡ്, മ്യാൻമർ, തായ്ലൻഡ്, മ്യാൻമർ, മ്യാൻമറിലെ ഈ പറഞ്ഞ രക്ഷാദൗത്യം അതിന് കൊടുത്ത പേരാണ് ഏത്? ഓപ്പറേഷൻ ബ്രഹ്മ. ഇനി അത് കഴിഞ്ഞിട്ട് മാർക്ക് കാർണി ഏത് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ്? മാർക്ക് കാർണി ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയും ആ രാജ്യവുമായിട്ട് ഉഭയകക്ഷി ബന്ധങ്ങളിൽ ചെറിയ അസ്വാരസ്യങ്ങളുണ്ട്. ആ സാഹചര്യത്തിൽ പുതിയൊരു പ്രധാനമന്ത്രി വരികയാണ്. ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് എന്ന് ചോദിച്ചാൽ മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയാണ്. നേരത്തെ ജസ്റ്റിൻ ട്രൂഡോ ഉണ്ടായിരുന്നു. ഖാലിസ്ഥാൻ തീവ്രവാദികളുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ത്യയും കാനഡയും തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പുതിയ പ്രധാനമന്ത്രി വരെയാണ്. ആര്? മാർക്ക് കാർണി. ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ കാനഡയുടെ പ്രധാനമന്ത്രിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം സുനിത വില്യംസ്. സുനിത വില്യംസ് ഇതാ ഇപ്പോൾ വരാം എന്നും പറഞ്ഞു പോയതാണ്. 286 ദിവസം കഴിച്ച് 8 ദിവസമോ 7 ദിവസമോ ആയിരുന്നു അവർ പോകാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്, പോയിട്ട് വരാൻ വേണ്ടി ഇരുന്നത്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി 286 ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അല്ലെ. നാസ സമ്മതിക്കത്തില്ല, അങ്ങനെ പറ്റിപ്പോയതാണെന്ന് നാസ സമ്മതിക്കത്തില്ല. എന്തായാലും 286 ദിവസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സുനിത വില്യംസ് പെട്ടുപോയി. കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു, ബുച്ച് വിൽമോർ. ബുച്ച് വിൽമോർ ഇവർ രണ്ടുപേരും കൂടിയാണ് പോയത്. അപ്പോൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി 286 ദിവസം അവിടെ പെട്ടുപോയി. പിന്നീട് അവസാനം അവരെ തിരിച്ച് ഭൂമിയിലോട്ട് കൊണ്ടുവന്നു. 286 ദിവസം കഴിച്ച് ഭൂമിയിലോട്ട് കൊണ്ടുവന്നു എന്ന് 2025 മാർച്ച് 18. 2025 മാർച്ച് 18 അവർ തിരിച്ച് ഭൂമിയിലെത്തിയത്. അപ്പം നിങ്ങൾക്ക് തോന്നും സാറേ മാർച്ച് 19 എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. കാരണം ടെലിവിഷനിൽ നിങ്ങൾ കണ്ടത് മാർച്ച് 19 അത് ഇന്ത്യൻ സമയം വെളുപ്പിന് 3:27 മാർച്ച് 19 അവർ തിരിച്ചെത്തിയത്. പക്ഷേ നമ്മൾ പറയേണ്ടത് നാസ വിക്ഷേപിച്ച ദൗത്യമാണ്. അപ്പോൾ അവരുടെ സമയത്തിൽ തന്നെ പറയണം അല്ലെ. ഭൂമിയിലോട്ട് എത്തുന്നതൊക്കെ നിങ്ങൾ കണ്ടു കാണും. ആ പറഞ്ഞ ഒരു പേടകമുണ്ട്. ആ പേടകം സ്പേസ് എക്സിന്റെ പേടകമാണ്, ഇലോൺ മസ്കിന്റെ പേടകമാണ്. ക്രൂ ഡ്രാഗൺ ഫ്രീഡം എന്നാണ് ആ പേടകത്തിന് കൊടുത്തിരുന്ന പേര്. ക്രൂ ഡ്രാഗൺ ഫ്രീഡം. ആ പേടകത്തിലാണ് അവർ തിരിച്ചു വന്നു. നിങ്ങൾ കണ്ടു, അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ ഒരു ഭാഗത്ത് വന്ന് വീഴുന്നു. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഗൾഫ് ഓഫ് മെക്സിക്കോ. ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ ഫ്ലോറിഡ എന്ന് പറയുന്ന തീരത്ത്, ഫ്ലോറിഡയുടെ തീരത്താണ് ആ പേടകം വന്ന് സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. വെള്ളത്തിൽ വീഴുന്നതിനെയാണ് നമ്മൾ സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുന്നത്. സ്പ്ലാഷ് ഡൗൺ ചെയ്തത് അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്, ഗൾഫ് ഓഫ് മെക്സിക്കോയിലാണ്, ഫ്ലോറിഡ തീരത്താണ്. 2025 മാർച്ച് 18 അമേരിക്കൻ സമയം അവിടെ എന്ത് ചെയ്തത്? സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. അപ്പോൾ അതിനകത്ത് 286 ദിവസം ആരൊക്കെയാണ് അവിടെ തങ്ങിപ്പോയത്? ഒന്ന് സുനിത വില്യംസും വേറൊന്ന് ബുച്ച് വിൽമോറും.
പക്ഷെ വന്നപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമല്ല, 4 പേരാണ് ഈ പറഞ്ഞ പേടകത്തിൽ വന്നത്. അതായത് ക്രൂ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ 4 പേരാണ് തിരിച്ചു വന്നത്. അതിൽ 2 പേരുടെ കാര്യം ഞാൻ പറഞ്ഞു, സുനിത വില്യംസോ ബുച്ച് വിൽമോറും. അല്ലാതെ ഇനി 2 പേര്, ഒന്ന് നിക്ക് ഹേഗ്. ആരാണ്? നിക്ക് ഹേഗ്. പിന്നെ വേറൊന്ന് അലക്സാണ്ടർ ഗോർബുനേവ്. അലക്സാണ്ടർ ഗോർബുനേവ് റഷ്യക്കാരനാണ്. അപ്പോൾ ഈ പറഞ്ഞ നിക്ക് ഹേഗ് ഉണ്ട്, അലക്സാണ്ടർ ഗോർബുനേവ് ഉണ്ട്. ഇവര് പിന്നീട് പോയവരാണ്. അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞാണ് വന്നത്? 286 ദിവസം. ഒരു കാര്യം കൂടി ഓർക്കണം, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന വനിത ആര് എന്ന് ചോദിച്ചാൽ ഇപ്പൊ അത് സുനിത വില്യംസ് ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നടന്ന വനിത ആരെന്ന് ചോദിച്ചാൽ സുനിത വില്യംസ് ആണ്. ബഹിരാകാശ നിലയത്തിൽ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച 2ാമത്തെ വ്യക്തിയാണ് ആര്? സുനിത വില്യംസ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച 2ാമത്തെ വ്യക്തി, വനിത എന്ന് പറയണ്ട, 2ാമത്തെ വ്യക്തിയാണ് ആര്? സുനിത വില്യംസ്. 608 ദിവസം ഇതുവരെ അവര് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പല തവണകളിലായിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. 608 ദിവസം അല്ലെ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നാണ് പറഞ്ഞത്? 603 ദിവസം. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു? 603 ദിവസം. അതിനേക്കാൾ കൂടുതൽ നേരം ആരവിടെ ഉണ്ട്? ബഹിരാകാശ നിലയത്തിൽ ഈ പറഞ്ഞ സുനിത വില്യംസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർക്കുക. ഇത്തവണ 286 ദിവസമാണ്. അപ്പോൾ സുനിത വില്യംസ് മാർച്ച് 18. ആ പറഞ്ഞ പേടകത്തിന്റെ പേര് ക്രൂ ഡ്രാഗൺ ഫ്രീഡം അല്ലെ. സ്പേസ് എക്സിന്റെ ക്രൂ 9 ദൗത്യമായിരുന്നു അത്. സ്പേസ് എക്സിന്റെ ക്രൂ 9 ദൗത്യം അത് സക്സസ്ഫുൾ ആയിട്ട് മാറിയത് ആര് വന്നപ്പോഴാണ്? സുനിത വില്യംസ് തിരിച്ച് വന്നപ്പോഴാണ്. നാസ അങ്ങനെയാണ് പറഞ്ഞത്. ക്രൂ 9 ഈ പറഞ്ഞ മിഷൻ കംപ്ലീറ്റ് ആയി, സക്സസ്ഫുൾ ആയി ഇവർ തിരിച്ചു വന്നു എന്നാണ് വെബ്സൈറ്റിൽ കൊടുത്തേക്കുന്നത്. ക്രൂ 9 ദൗത്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർക്കൊക്കെ ക്രൂ 10 ദൗത്യം എന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നാസയുടെ വെബ്സൈറ്റിനകത്ത് ക്രൂ 9 ദൗത്യം സക്സസ്ഫുള്ളി ഈ പറഞ്ഞ ക്ലോസ് ചെയ്തു. അത് ഈ പറഞ്ഞ മാർച്ച് 18 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ആരാണ് ക്രിസ്റ്റി കവൻട്രി? നല്ല ഒരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ്. ക്രിസ്റ്റി കവൻട്രി ആരാണെന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയാകുന്ന ആദ്യ വനിത, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത. അപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ ഇതുവരെയും ഒരു വനിത ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തോട്ട് വന്നിട്ടില്ല. ആദ്യമായിട്ടൊരു വനിത വരുന്നു, ക്രിസ്റ്റി കവൻട്രി. സിംബാബ്വേക്കാരിയാണ്. സിംബാബ്വേക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. സ്വർണ്ണ മെഡലുകൾ നേടിയ ആളാണ്. പിന്നീട് ഈ പറഞ്ഞ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ആളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് ആര്? സിംബാബ്വേക്കാരിയായിട്ടുള്ള ക്രിസ്റ്റി കവൻട്രി. ഇത് പറയുമ്പോൾ നമുക്കറിയാം 2028 ഒളിമ്പിക്സ് നടക്കുന്നത് അമേരിക്കയിലാണ്. ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് എന്നാണ് പറയുന്നത്. 2028 ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ആണ്. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ മത്സര ഇനം ഏത് എന്ന് ചോദിച്ചാൽ അത് ബോക്സിംഗ് ആണ്. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്തിയ മത്സര ഇനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബോക്സിംഗ് ആണ് എന്ന് പറയണം. അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു വെക്കുക, 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റും ഒരു പുതിയ ഇനമായിട്ട് വരും. പക്ഷേ ക്രിക്കറ്റ് നേരത്തെ ഒളിമ്പിക്സിൽ ഉണ്ടായിരുന്നു. 1900 പാരീസ് ഒളിമ്പിക്സിലൊക്കെ ക്രിക്കറ്റ് ഈ പറഞ്ഞ മത്സര ഇനമായിരുന്നു. വീണ്ടും ഇപ്പോൾ ക്രിക്കറ്റ് വരികയാണ്. കുറച്ചു കാലം ഇല്ലായിരുന്നു, വീണ്ടും ഇപ്പോൾ ക്രിക്കറ്റ് വരികയാണ്. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ ക്രിക്കറ്റും മത്സര ഇനമായിട്ട് വരും. ഈ അടുത്ത കാലത്ത് വിരാട് കോഹ്ലി വിരമിക്കുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് ഒളിമ്പിക്സ് മത്സരത്തിൽ കൂടി പങ്കെടുക്കണം എന്നുള്ളതാണ്. അതായത് ക്രിക്കറ്റ് ഉണ്ടല്ലോ, അപ്പൊ ആ മത്സരത്തിൽ കൂടി പങ്കെടുക്കണം എന്നുള്ള ഒരു താല്പര്യം വിരാട് കോഹ്ലി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വച്ചേക്കുക. അപ്പോൾ നമ്മൾ 2025 മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ക്ലാസ്സിനകത്ത് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ കൂടി പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റു ചില ഭാഗത്ത് കറണ്ട് അഫയേഴ്സ് അല്ലാത്ത മറ്റു ചില ഭാഗങ്ങളിലും
ഉപകാരപ്പെടും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകൾ കൂടിയുണ്ട്. അത് നോട്ട്സിനകത്ത് ഉൾക്കൊള്ളിക്കാം. അത് ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ഉടനെ തന്നെ കിട്ടത്തില്ല, 2-3 ദിവസം കഴിയും. ടൈപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ദിവസം കഴിയും. ഉടനെ തന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ് തുടർന്നു പോകാനായിട്ട് പറ്റത്തുള്ളൂ, അതിനുള്ള ഊർജം കിട്ടത്തുള്ളൂ എന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.